പ്രേക്ഷകരെ നമ്മുടെ ലാലേട്ടൻ കൊച്ചിയിലെ വീട്ടിലെത്തി അമ്മയെ കാണുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷം തന്നെയാണിത്. അപ്പോൾ ആ സന്തോഷം അമ്മയ്ക്കൊപ്പം പങ്കുവയ്ക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? സ്നേഹ ചേരുന്നുണ്ട് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സ്നേഹ, ലാലേട്ടനെ തേടി ഒരു മഹാപുരസ്കാരം എത്തിയതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ കൊച്ചിയിലെ വീട്ടിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം അമ്മയെ കാണാൻ. മോഹൻലാലും അമ്മയും തമ്മിലുള്ള ഒരു സ്നേഹം, ബന്ധം, ഇതൊക്കെ നമ്മൾ മലയാളി പ്രേക്ഷകർക്കും പകലുപോലെ വ്യക്തമാണ്. പറയൂ വിശേഷങ്ങൾ സ്നേഹ. കൃത്യം 6:30-ക്കായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ചെന്നൈയിൽ നിന്നും അദ്ദേഹം എത്തിയത്. അതിനുശേഷം 7 മണിയോടുകൂടി എളമക്കരയിലുള്ള രാജീവ് നഗർ റോഡിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ, അതായത് ഈ പരമോന്നത ബഹുമതി ലഭിച്ചതിന് ശേഷം ആദ്യമായി അദ്ദേഹം കേരളത്തിൽ എത്തുന്നത് അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. വളരെ വികാരപരമായ ഒരു കൂടിക്കാഴ്ച, വികാരപരമായ ഒരു നിമിഷമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഈ ഇന്ത്യയിലൊട്ടാകെ, മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഒരു സിനിമാ രംഗത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണ് എന്നതിൽ യാതൊരുവിധ സംശയമൊന്നുമില്ല. അമ്മയെ കാണാനാണ് ആദ്യം അദ്ദേഹം എത്തിയത്. അല്പസമയം മുമ്പ്, അതായത് കൃത്യം 7 മണിയോട് കൂടിയാണ് അദ്ദേഹം എളമക്കരയിലുള്ള വീട്ടിൽ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും വികാരഭരിതമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 65 വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ 48 വർഷത്തോളം ചിലവഴിച്ചത് ഈ സിനിമ ജീവിതത്തിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അതായത് അമ്മയും അച്ഛനുമൊക്കെ വേറെ ഒരു ജോലി, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതൊക്കെ ആയിരിക്കും സ്വപ്നം കാണുക. പക്ഷെ അവർ സ്വപ്നം കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ സിനിമയിൽ എത്തിച്ചേർന്നിരിക്കുന്നതിന് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും സ്നേഹ, അതേപോലെ തന്നെ ലാലേട്ടന്റെ അമ്മയുടെ പഴയകാല ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ അതിൽ അമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോനെ വില്ലനാക്കി, അവനൊരു പാവമാണ്. പക്ഷെ ആദ്യ സിനിമയിൽ ആ ഒരു വില്ലൻ കഥാപാത്രമായി വരുമ്പോൾ അതിന്റെ കുറച്ചൊരു നൊമ്പരം അമ്മ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് അഭിനയത്തിന്റെ അല്ലെങ്കിൽ അഭ്രപാളിയിൽ പല കഥാപാത്രങ്ങളിലും ലാലേട്ടൻ വിസ്മയിപ്പിച്ചപ്പോൾ ആ അമ്മ തന്നെ ആയിരിക്കും ഏറ്റവും അധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പുരസ്കാരം, ഈ ഒരു മഹാപുരസ്കാരം കൂടി തേടിയെത്തുമ്പോൾ അമ്മ എന്താ പറയാ, സന്തോഷത്തിന്റെ അതിരുകളില്ലാതെ പോവുകയായിരിക്കും അല്ലേ സ്നേഹ? തീർച്ചയായും ജയലക്ഷ്മി, നമുക്ക് അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം അമ്മ സ്വപ്നം കണ്ടിരുന്നുവെങ്കിൽ അതിലപ്പുറം ഉള്ള ഒരു തലത്തിലേക്കാണ് മകൻ എത്തി നിൽക്കുന്നത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാനടൻ, നമ്മുടെയൊക്കെ അഭിമാനമാണ് മോഹൻലാൽ. ഇപ്പോൾ അമ്മയെ കണ്ട് വളരെ വികാരപരമായ ഒരു കൂടിക്കാഴ്ച ആയിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. ബാക്കി പരിപാടികൾ, അതായത് ക്രൗൺ പ്ലാസയിൽ 10:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണും, മാധ്യമങ്ങളോട് സംസാരിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 6:30 അദ്ദേഹം എത്തിയത്. അതിനുശേഷം വലിയ നന്ദി എല്ലാവർക്കും അറിയിക്കുകയുണ്ടായി. മാതാപിതാക്കൾക്കും 48 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒപ്പം നിന്ന എല്ലാവർക്കും ഉള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ നിന്ന് എല്ലാവരെയും സ്മരിക്കുന്നെന്നും അവരോടുള്ള ഒരു സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ അറിയിക്കുന്നു എന്നുമൊക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മോഹൻലാൽ എന്നൊരു നടന് കിട്ടിയ ഒരു മഹാരഥന്മാർക്ക് കിട്ടുന്ന ബഹുമതിയാണ്, നമുക്കെല്ലാം അറിയുന്ന പോലെ. അതിലപ്പുറം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും അത് തന്നെയാണ് സ്നേഹ. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, സന്തോഷത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു നിമിഷം തന്നെയാണിത്. മോഹൻലാൽ എന്ന മഹാപ്രതിഭയ്ക്ക് ഇത്തരത്തിൽ മഹാപുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ കുറച്ചുകൂടി നേരത്തെ കിട്ടിയില്ലല്ലോ എന്നൊരു